ഗൈസ്, അപ്പോൾ അഗെയിൻ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ എബ്രോഡ് MBBS എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എബ്രോഡ് MBBS നോക്കുന്നവരാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ എബ്രോഡ് MBBS സീരീസ് ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ പ്ലേലിസ്റ്റ് ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. എൻ്റെ ചാനലിലും പ്ലേലിസ്റ്റ് ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസും കൂടെ കണ്ടു നോക്കാവുന്നതാണ്. സോ അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അഡ്മിഷൻ എടുക്കാനുള്ള പ്രോസസ്സും കാര്യങ്ങളും അതിൻ്റെ എലിജിബിലിറ്റി, ഇത് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ വെൽക്കം ടു എബ്രോഡ് MBBS സീരീസ് പാർട്ട് 5. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞു വരുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഏത് കൺട്രിയാണ്, യൂണിവേഴ്സിറ്റി ആണെന്നുള്ളതൊക്കെ റീസെർച്ച് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സംഭവം അതാണല്ലോ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ എലിജിബിലിറ്റി ചെക്കാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. എലിജിബിലിറ്റിയുടെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ എബ്രോഡ് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നീറ്റ് മസ്റ്റായിട്ടും ക്വാളിഫൈ ആയിരിക്കണം. ക്വാളിഫൈങ് മാർക്ക് കമ്പൽസറി ആണ്. അത് നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ക്വാളിഫൈ ആയിരിക്കണം. അത് എലിജിബിലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ ഒരു നീറ്റ് എക്സാമിൻ്റെ കാര്യം ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഇപ്പം നമ്മൾ പലർക്കും ഉള്ള ഒരു ഡൗട്ടായിരിക്കും, ഈ നീറ്റ് എക്സാം നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ് തന്നെ പാസ്സാവണമെന്ന് നിർബന്ധമുള്ളത്, അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം പിന്നീട് വന്നിട്ട് നീറ്റ് എഴുതി എലിജിബിൾ ആയാൽ മതിയോ എന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. സോ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞ് പിന്നെ പഠിച്ച് ഫസ്റ്റ് ഇയർ ആയി പിന്നീട് വന്ന് എഴുതി, സോ അതിനൊരിക്കലും വാലിഡിറ്റി ഉണ്ടായിരിക്കത്തില്ല. സോ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നീറ്റ് എക്സാം എഴുതി ക്വാളിഫൈ ആയിരിക്കണം. അപ്പം ചില ഏജൻസീസ് ഒക്കെ പറയാനുണ്ടാവാം, ഇപ്പോൾ കോഴ്സിന് ജോയിൻ ആയിട്ട് നെക്സ്റ്റ് ഇയറത്തെ നീറ്റ് എക്സാം വന്ന് എഴുതി എലിജിബിൾ ആയാൽ മതിയെന്ന്. പക്ഷെ അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ശരിക്കും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ഉള്ള നീറ്റ് എക്സാം നമ്മൾ ക്വാളിഫൈ ആയിരിക്കണം. അതുപോലെ 10th-ലും 12th-ലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 15% മാർക്കെങ്കിലും മിനിമം സ്കോർ ചെയ്തിട്ടുണ്ടാവണം. സോ ഇതാണ് ബേസിക് എലിജിബിലിറ്റി. പിന്നെ അതുപോലെ ഏജ് ഒരു 17 ഇയേഴ്സ്, ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ ഒരു 17 ഇയേഴ്സ് എബവ് ആ ഒരു ഏജും കൂടെ വേണം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി വരുന്നത്. നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 50% മാർക്ക് വേണം മിനിമം. പിന്നെ ഏജിൻ്റെ കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ എലിജിബിലിറ്റിക്കായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 2 നമ്മളിതൊക്കെ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ടു ദി യൂണിവേഴ്സിറ്റി ആണ്. നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം ഓഫർ ലെറ്റർ കിട്ടാനായിട്ട്. അപ്പോൾ അതിന് നമുക്ക് പാസ്പോർട്ട് വേണം, പിന്നെ 10th 12th സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റി, ചിലപ്പോൾ റിക്വയർമെൻറ്റ് മാറുമായിരിക്കാം. എന്നാലും ബേസിക് ആയിട്ടുള്ളത് ഇതൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ വീഡിയോ ചോദിക്കാം. ഇപ്പം എനിക്കൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഓഫർ ലെറ്റർ കിട്ടാനായിട്ട് നമുക്ക് ഇന്റർവ്യൂ വീഡിയോ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് തരും. ജസ്റ്റ് അതുപോലെ നമ്മൾ ഇതാക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം. അതാണ് 3rd സ്റ്റെപ്പ്. അതുപോലെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ചിലപ്പോൾ ചെറിയൊരു പേയ്മെൻറ്റ്, ചെറിയൊരു ഫീ ഉണ്ടാവും. നമ്മൾ ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ആൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യൂണിവേഴ്സിറ്റി അത് മാറുന്നുണ്ടാവാം. അപ്പോൾ നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു, നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടും. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എലിജിബിലിറ്റി നമുക്കുണ്ട്. നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ, അഡ്മിഷൻ ലെറ്റർ കിട്ടും. അപ്പോൾ നമ്മുടെ സീറ്റ് ഒഫീഷ്യലി യൂണിവേഴ്സിറ്റിയിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞു. അപ്പോൾ അതുപോലെ ഈ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എക്സാമും കൂടി ഉണ്ടാവും. മിക്ക യൂണിവേഴ്സിറ്റിക്കും ഒരു എൻട്രൻസ് എക്സാമും കൂടി ഉണ്ടാവും. അത് ഭയങ്കര ഡിഫിക്കൽട്ടി ഉള്ള സംഭവങ്ങളൊന്നും ആയിരിക്കത്തില്ല. ഈസി ആയിട്ടുള്ള ബേസിക് ലെവൽ എക്സാം ആയിരിക്കും. ഇപ്പം ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എക്സാം ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒരു എക്സാമും, അതുപോലെ ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം. അങ്ങനെ 2 എക്സാം ആയിരിക്കും ഉണ്ടാവുക. 2 നമ്മൾ സെപ്പറേറ്റ്ലി അറ്റൻഡ് ചെയ്തിട്ട് പാസ്സാവണം ഓൺലൈനായിട്ട്. അതും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും പാസ്സാകാൻ പറ്റുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക് ഇപ്പോൾ ഒരു 12th ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സയൻസിൽ വരുന്നത്. ഇംഗ്ലീഷിലായാലും
സിമ്പിളായിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് വലിയ ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ 2 എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് പാസ്സാവണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത്, അപ്പം ഇത് തന്നെ യൂണിവേഴ്സിറ്റിയിൽ മാറുമ്പോഴത്തേക്കും, അതായത് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റി വരുമ്പോഴത്തേക്കും ഈ ഒരു എക്സാമിൻ്റെ മെത്തേഡും പാറ്റേണും ഒക്കെ ഡിഫറൻസ് വരുന്നുണ്ടാവാം. സോ ഒരു എക്സാമും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഈ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ 10th 12th സർട്ടിഫിക്കറ്റ്, അതുപോലെ സ്പോൺസർഷിപ്പ് അഫിഡവിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. അത് പിന്നെ നമുക്കിപ്പം 18 വയസ്സായിട്ടില്ലെന്നുണ്ടെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ഇങ്ങനത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഏത് ഏജൻസിയാണോ ചൂസ് ചെയ്യുന്നത് അവരുടെ അടുത്ത് നിന്ന് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ അവർ പറഞ്ഞു തരുന്നുണ്ടാവും. ആൻഡ് അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട്, ആൻഡ് ഇത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കൺട്രി, അതുപോലെ യൂണിവേഴ്സിറ്റിയിലൊക്കെ വേരിയേഷൻസ് വരുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ട്, പിന്നെന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അപ്പോസ്റ്റൽ അറ്റസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും. അതിനൊരു 15 to 20 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അറ്റസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അത് ഏറ്റവും ബെറ്റർ യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിലോട്ട് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാം. ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടും. ഇൻവിറ്റേഷൻ, അക്കോമഡേഷൻ, അക്സെപ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ കിട്ടും. അതും ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ വേരിയേഷൻസ് വരുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ, അക്സെപ്റ്റൻസ്, അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് അതുപോലെ ആ കൺട്രിയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ, ഇപ്പം നമുക്ക് റെക്ടേഴ്സ് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് മിനിസ്ട്രി അപ്രൂവൽ, അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഫീ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് വിസ ആപ്ലിക്കേഷൻ. നമുക്ക് ഈ കിട്ടിയ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൂടിയിട്ട്, നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഡോക്യുമെൻറ്റ്സ്, അവിടുത്തെ മിനിസ്ട്രിയുടെ അപ്രൂവലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ നേരത്തെ അറ്റസ്റ്റ് ചെയ്യാൻ കൊടുത്ത ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ അതും ആ അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സും പിന്നെ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകേണ്ടത്. ഈ വിസ ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ റിക്വയർമെൻറ്റ്സും ഡിപ്പെൻഡിങ് അപ്പോൾ കൺട്രി വേരിയേഷൻസ് വരുന്നുണ്ടാവാം. ഇപ്പം നമുക്ക് ബേസിക് ആയിട്ട് പാസ്പോർട്ട് വേണം. അതുപോലെ തന്നെ നമ്മൾ അറ്റസ്റ്റ് ചെയ്തപ്പോൾ 10th 12th സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റസ്റ്റ് ചെയ്തെടുത്തല്ലോ, അത് വേണം. അതുപോലെ പിന്നീട് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേപ്പേഴ്സും കാര്യങ്ങളും അതൊക്കെ വേണം. നമ്മുടെ മിനിസ്ട്രിയുടെ അപ്രൂവലും കാര്യങ്ങളൊക്കെ വേണം. നീറ്റിൻ്റെ സ്കോർ കാർഡ് വേണം. അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്ര എമൗണ്ട് ക്ലോസിംഗ് ബാലൻസ് വെച്ചിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളവിടെ കാണിക്കണം. അങ്ങനത്തെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും പിന്നെ നമ്മുടെ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പേയ്മെൻറ്റും ഇത്രയും കൊണ്ടിട്ടാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകേണ്ടത്. സോ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ജോർജിയയൊക്കെ ആണെങ്കിൽ ഒരു 45 വർക്കിംഗ് ഡേയ്സ് ഒക്കെ എടുക്കുന്നുണ്ടാവാം കിട്ടാനായിട്ട്. ഡിപ്പെൻഡ്സ്, അതും പലർക്കും പല ടൈമിലാണ് കിട്ടുന്നുണ്ടാവുക. ഇത്ര ഫിക്സ്ഡ് ഡേയ്സ് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് വിസ കിട്ടും. ദെൻ വിസ കിട്ടി കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് ആസ് യൂഷ്വൽ ഉള്ള പ്രൊസീജിയേഴ്സ് തന്നെയാണല്ലോ, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.